ഒരു യാത്രയ്ക്ക് നമ്മൾ ഫ്ലൈറ്റാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ വിമാനത്താവളത്തിൽ എത്തേണ്ടതുണ്ട്. ചെക്ക് ഇൻ പ്രക്രിയ, സുരക്ഷാ പരിശോധനകൾ, നീണ്ട ക്യൂ തുടങ്ങിയവയൊക്കെ കൊണ്ടാണ് എല്ലാവരും ഇങ്ങനൊരു സിസ്റ്റം പിന്തുടരുന്നത്. ആഭ്യന്തര വിമാനയാത്രയ്ക്ക് 2 മുതൽ 3 മണിക്കൂർ മുൻപും അന്താരാഷ്ട്ര വിമാനയാത്രയ്ക്ക് 3 മുതൽ 4 മണിക്കൂർ മുൻപും വിമാനത്താവളത്തിൽ എത്തണമെന്നാണ് നിർദ്ദേശം. ഈ ആശയത്തിന് നേർ വിപരീതമായ ഒരു പുതിയ യാത്രാ പ്രവണത ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനെ എയർപോർട്ട് തിയറി എന്നാണ് വിളിക്കുന്നത്. എന്താണ് എയർപോർട്ട് തിയറി എന്ന് നോക്കാം. എയർപോർട്ട് തിയറി എന്നത് വിമാനത്തിൽ കയറുന്നതിന് 15-20 മിനിറ്റ് മുൻപ് വിമാനത്താവളത്തിൽ എത്തുന്നതാണ്. ചിലർ ഇതിനെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് അത് എൻജോയ് ചെയ്യും. മറ്റു ചിലർക്കാകട്ടെ ഈ സിദ്ധാന്ത പ്രയോഗത്തിലൂടെ നല്ല പണി കിട്ടും. എയർപോർട്ട് തിയറി പിന്തുടരാനുള്ള കാരണം സമയം അധികം പാഴാക്കണ്ട എന്നതാണ്. മണിക്കൂറുകളോളം ഒന്നും ചെയ്യാതെ വിമാനത്താവളത്തിലിരിക്കേണ്ട ആവശ്യമില്ല. നീണ്ട കാത്തിരിപ്പ് ഒഴിവാക്കി നേരെ വിമാനത്തിലേക്ക് കയറാം. വിശ്രമിക്കാൻ അധികം സമയം ലഭിക്കും. അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരില്ല. ശരിയായ ഭക്ഷണം കഴിക്കാം. കുറച്ചുനേരം കൂടി ഉറങ്ങാം. അല്ലെങ്കിൽ വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുൻപ് എന്തെങ്കിലും ജോലിയുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാം. പണം ലാഭിക്കുന്നു. വിമാനത്താവളത്തിൽ എല്ലാത്തിനും പൊള്ളുന്ന വിലയായിരിക്കും. അത് ഭക്ഷണമായാലും കാപ്പിയായാലും ഷോപ്പിംഗ് ആയാലും. വിമാനത്താവളത്തിൽ നിങ്ങൾ കുറച്ചു സമയം ചെലവഴിക്കും തോറും വില കൂടിയ ലഘുഭക്ഷണങ്ങൾക്കോ സുവനീറുകൾക്കോ വേണ്ടി പണം ചെലവഴിക്കാനുള്ള സാധ്യതയും കുറയും. ഇനി ആ ഒരു എയർപോർട്ട് തിയറി കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നിങ്ങളുടെ ഫ്ലൈറ്റ് നഷ്ടപ്പെടാനുള്ള ഉയർന്ന സാധ്യത, അപ്രതീക്ഷിതമായ ഗതാഗതക്കുരുക്ക്, മന്ദഗതിയിലുള്ള ചെക്ക് ഇൻ ലൈൻ അല്ലെങ്കിൽ കർശനമായ സുരക്ഷ എന്നിവ കൊണ്ട് നിങ്ങളുടെ വിമാനയാത്ര മുടങ്ങാനുള്ള സാധ്യത ഏറെയാണ്. തിരക്കു പിടിച്ച ഓട്ടം ഒഴിവാക്കാം. കൂടാതെ പാസ്പോർട്ട് മറന്നുപോയോ ലഗേജ് അമിതഭാരമോ തുടങ്ങിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ സമയക്കുറവുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനുള്ള പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല. വിമാനയാത്രയ്ക്ക് മുൻപുള്ള എൻജോയ്മെന്റ് ഉണ്ടാകില്ല. കൂടാതെ എല്ലാവർക്കും ഇത് അനുയോജ്യവുമല്ല. നിങ്ങൾ കുട്ടികളുമായോ പ്രായമായ കുടുംബാംഗങ്ങളുമായോ ആണ് യാത്ര ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് പോകുന്നത് എളുപ്പമല്ല. പരിചയമില്ലാത്ത വിമാനത്താവളം കൂടിയാണെങ്കിൽ പണി കിട്ടും. എയർപോർട്ട് തിയറി പക്ഷേ രസകരമായ ഒരു ആശയമാണ്. പക്ഷേ അത് എല്ലാവർക്കും അനുയോജ്യമല്ല എന്നതാണ് ഒരു കാരണം. നിങ്ങൾക്കൊരു ത്രില്ല് ഇഷ്ടമാണെങ്കിൽ, റിസ്ക് എടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കത് ആസ്വദിക്കാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുഡേ. എല്ലാവരും ഇതിന് സാധനം വാങ്ങാനുണ്ട്. ഒരു ഒരാൾ സാധനം ഉണ്ടല്ലോ എൻ്റെ ലിസ്റ്റിൽ. ഏത് പർച്ചേസ് ഇപ്പോൾ എത്ര വലുതായാലും എൻ്റെ പോക്കറ്റ് കയറാൻ വാങ്ങാണ്ട് ഞാൻ അലോഫയൊക്കെ പോകുള്ളൂ. വലിയമ 10 kg ബസ്മതി റൈസ് 58.99. 1 ലിറ്ററിന്റെ 12 പീസ് അൽസാഫി മിൽക്ക് 44.99. 3.5 ലിറ്റർ ന്യൂ സൺഫ്ലവർ ഓയിൽ 28.99. 105 ഗ്രാമിന്റെ 6 പീസ് ഡോസ് സോപ്പിന് 19.99. സോളിഡ് പെർഫ്യൂം 100 ml 29.99. 1200 ഗ്രാം പെർഡിക്സ് ചിക്കൻ 10 പീസ് 114.99. 1 kg പിസ്സ 39.95. 9 പീസ് ഗ്രാനൈറ്റ് കുക്കർ സെറ്റ് 190 റിയാൽ. 3 പീസ് ABS സ്റ്റോളിൽ 149.50. TAT 10 കിലോ വാഷിംഗ് മെഷീൻ 490 റിയാൽ. 65 ഇഞ്ചിന്റെ KMC സ്മാർട്ട് 4K TV 1149 റിയാൽ. iPhone 16 Pro Max 256 GB. അപ്പോൾ ആരും ഡേറ്റ് മറക്കണ്ട. ഈ ഓഫേഴ്സ് അൽവഫിന്റെ മക്ക താഹിബ് ബ്രാഞ്ചുകളിൽ മാർച്ച് 26 മുതൽ ഏപ്രിൽ 1 വരെ അവൈലബിൾ ആണ്.